കോംപ്ലക്സ് അനാലിസിസ് ഇതിൽ വരുന്ന ഭാഗങ്ങൾ അനാലിറ്റിക് ഫങ്ഷൻസ്, പോൾസ്, റെസിഡ്യൂസ് ആൻഡ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഒരു വലിയൊരു മൊഡ്യൂളാണ്. നമുക്കിന്ന് കോംപ്ലക്സ് അനാലിസിസിൽ അനാലിറ്റിക് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അനാലിറ്റിക് ഫങ്ഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് എൻ അനാലിറ്റിക് ഫംഗ്ഷൻ? ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് അനാലിറ്റിക് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് കോംപ്ലക്സ് റിയൽ അനാലിറ്റിസിറ്റി ഉണ്ട്, അതുപോലെ കോംപ്ലക്സ് അനാലിറ്റിസിറ്റി ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് റിയൽ അനാലിറ്റിസിറ്റിയും കോംപ്ലക്സ് അനാലിറ്റിസിറ്റി ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് അനാലിറ്റിസിറ്റിയാണ്. ഓക്കെ, സോ എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി അനാലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് വെൽ ഡിഫൈൻഡ് ഇൻ എ റീജിയൻ ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഇൻ ദ റീജിയൻ, ദെൻ എഫ് ഓഫ് സെഡ് ഈസ് സെറ്റ് ടു ബി അനാലിറ്റിക്. ഒരു ഫംഗ്ഷൻ ഒരു റീജിയനിൽ എല്ലാ പോയിന്റ്സിലും എല്ലാ പോയിന്റ്സിലും വെൽ ഡിഫൈൻഡും അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഇൻ ദാറ്റ് റീജിയൻ എങ്കിൽ നമ്മൾ അതിനെ അനാലിറ്റിക് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഡിഫറൻഷ്യബിൾ എന്നോട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി കുറച്ചുകൂടെ റിഗറസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ എന്നാണ്. ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഈസ് സെഡ് ടു ബി അനാലിറ്റിക് ഓവർ ദാറ്റ് റീജിയൻ ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് ഓക്കെ, ഒരു പോയിന്റിൽ എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ അത്തരം പോയിന്റ്സിന് നമ്മൾ സിംഗുലർ പോയിന്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അത്തരം പോയിന്റ്സ് നമ്മൾ സിംഗുലർ പോയിന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പം ഒരു റീജിയൻ, നമുക്കൊരു കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു റീജിയൻ വിചാരിക്കാം. ഈ റീജിയനിൽ എവ്രിവെയർ, ഈ റീജിയനിൽ ത്രൂ ഔട്ട് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അനാലിറ്റിക് പറയും. ഇനി ഏതെങ്കിലും പോയിന്റ്സിൽ, ഫോർ എക്സാമ്പിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ, ഈ പോയിന്റിൽ മാത്രം ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണെങ്കിൽ അത്തരം പോയിന്റ്സ് നമ്മൾ സിംഗുലാരിറ്റി അല്ലെങ്കിൽ സിംഗുലർ പോയിന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു ബേസിക് ഡെഫിനിഷനാണ്. ആദ്യം ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. +2 ലെവൽ കാര്യമാണ്. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കുമ്പോൾ ഈക്വൽ ആവണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും, അത് ലിമിറ്റ് എടുക്കുന്നത് എങ്ങനെയാണല്ലോ അല്ലേ. നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഇത് ലിമിറ്റ് എടുക്കുമ്പോൾ അത് എച്ച് ടെൻ ടു 0 പ്ലസ് എച്ച് ടെൻ ടു 0 പ്ലസും എച്ച് ടെൻ ടു 0 മൈനസും സെയിം ലിമിറ്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഫിനിറ്റ് ഡിഫറൻഷ്യബിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ വി ക്യാൻ ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് എന്നൊരു ഫംഗ്ഷൻ എടുക്കുകയാണ് നമ്മൾ. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ്. ഈ മോഡ് എക്സിൻ്റെ പ്രത്യേകത ആണ് ദിസ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. കാരണം ദിസ് ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ്. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ +1ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ +1ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ -1ഉം വരുന്നത്. അത് അറ്റ് ദിസ് പോയിന്റ് കുറച്ചുകൂടെ ഒരു ഫംഗ്ഷൻ നമുക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് ശരിക്കും ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഒരു ഫംഗ്ഷന് വളരെ ഷാർപ്പായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് ഒന്നും ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല ആ പോയിന്റിൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അറ്റ് ദിസ് ഷാർപ്പ് പോയിന്റ് വി ക്യാൻ ഡ്രോ മെനി ടാൻജൻറ്റ് ലൈൻസ്. നമുക്ക് ഒരുപാട് ടാൻജൻറ്റ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. സോ ദിസ് ഈസ് നോട്ട് ഇതല്ല, ഇത് നമ്മുടെ ഡെഫിനിഷന് യോജിക്കുന്ന കാര്യമല്ല. ഒരുപാട് സ്ലോപ്സ് നമുക്ക് ഒരു പോയിന്റിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് ഒരിക്കലും ഡിഫറൻഷ്യബിൾ ആവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് സ്ക്വയർ? ഈസ് ദിസ് ഡിഫറൻഷ്യബിൾ? ഇത് ഡിഫറൻഷ്യബിൾ ആണോ?
Is this differentiable? ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് സ്ക്വയറും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് മോഡ് എക്സ് സ്ക്വയർ ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് സ്ക്വയർ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 മൈനസ് എക്സ് സ്ക്വയർ ഫോർ എക്സ് ലെസ് ദാൻ 0. ഓക്കെ, ദിസ് ഈസ് എഫ് ഓഫ് എക്സ്. ഇത് പക്ഷേ നമുക്ക് വൺസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് വൺസ് ഡിഫറൻഷ്യബിൾ. അതായത് നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ കിട്ടാം ഒരു ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് വൈറ്റ് ബോർഡ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു പോസിറ്റീവ് വാല്യൂസ് ആകുമ്പോൾ എക്സ് സ്ക്വയർ ആണ് അല്ലേ. നെഗറ്റീവ് വാല്യൂസ് ആകുമ്പോൾ ആക്ച്വലി എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ് അല്ലേ. എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ ഏത് നെഗറ്റീവ് വാല്യൂസിനും പോസിറ്റീവ് ആണ്. പക്ഷേ നമ്മളതിന് നെഗറ്റീവ് ഫോഴ്സ്ഫുള്ളി നമ്മൾ നെഗറ്റീവ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ വരും, ഇങ്ങനെ താഴോട്ട് വരും. സോറി, കുറച്ചുകൂടെ സ്ലോപ്പിൽ വരും. യെസ്, സോ ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് സ്ക്വയർ. ഓക്കെ, ദിസ് ഫംഗ്ഷൻ ഈസ് വൺസ് ഡിഫറൻഷ്യബിൾ. ഓക്കെ, ദിസ് ഈസ് വൺസ് ഡിഫറൻഷ്യബിൾ. എന്താ വൺസ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ? വൺസ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, നിങ്ങൾക്ക് എവിടെയും ഷാർപ്പ് എഡ്ജസ് ഒന്നും കാണാൻ കഴിയില്ല അല്ലേ. പക്ഷേ ഇതിനെ ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ വിൽ ബിക്കം മോഡ് എക്സ് അല്ലേ. ഒരു 2 ഉണ്ടാവുന്നേ ഉള്ളൂ, 2 മോഡ് എക്സ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കൂ, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ തരാം എഫ് ഡാഷ് എക്സ് എന്താ വരാം? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2x for x greater than 0 minus 2x for x less than 0. ഓക്കെ, അപ്പോൾ ഈ 2 നമ്മൾ കോമൺ ആക്കി എടുത്താൽ ദിസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 2 മോഡ് എക്സ് അല്ലേ. മോഡ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സോറി എഫ് ഡാഷ് ഓഫ് മോഡ് എക്സ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 2 മോഡ് എക്സ്. സോറി, എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 2 മോഡ് എക്സ് വെൻ എഫ് ഈസ് ഈക്വൽ ടു f of x is equal to mod x square f dash is equal to 2 mod x. ഈ 2 പിന്നെ ഇത് പിന്നീട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരിക്കൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ഫംഗ്ഷൻസ് നമ്മൾ വൺസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഒരു നല്ല എക്സാമ്പിൾ എടുത്താൽ വാട്ട് അബൌട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ക്യൂബ്. മോഡ് എക്സ് ക്യൂബ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് ക്യൂബ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് മൈനസ് എക്സ് ക്യൂബ് ഫോർ എക്സ് ലെസ് ദാൻ 0. ഇത് നമുക്ക് മറ്റൊരു രൂപത്തിൽ എഴുതാം. ഇത് നമുക്ക് എക്സ് സ്ക്വയർ മോഡ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ റിട്ടൺ ആസ് എക്സ് സ്ക്വയർ മോഡ് എക്സ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ. അത് നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഫംഗ്ഷനിൽ എക്സ് ക്യൂബാണ് അല്ലേ. എക്സ് ക്യൂബ് നമുക്കറിയാം കുറച്ചുകൂടെ സ്റ്റീപ്പർ ആയിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കും. എക്സ് ക്യൂബ് നെഗറ്റീവ് ആകുമ്പോൾ ഓൾറെഡി നെഗറ്റീവ് വാല്യൂ ഉണ്ടാവുക അല്ലേ. പക്ഷേ നമ്മളതിനെ ഫോഴ്സ്ഫുള്ളി വീണ്ടും നെഗറ്റീവ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ അത് ഇങ്ങനെ വരും ഉണ്ടോ. ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ക്യൂബ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൺസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വൺസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 3x square for x greater than 0 minus 3x square for x less than 0. This is nothing but 3 mod x square. This is 3 mod x square. This is again differentiable. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. This is again differentiable. So നമുക്ക് ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ f double dash of x എന്ന് കിട്ടും. 3 into 2 is equal to 6 mod x കിട്ടും. But this is not differentiable. This is not differentiable. So this is അത്ര ഫംഗ്ഷൻ നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. ഇങ്ങനെ ചില ഫംഗ്ഷൻസ് ഉണ്ട്. ചില ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻസ് എല്ലാം വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ്. ഫോർ എക്സാമ്പിൾ സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്ര ഡിഫറൻഷ്യേറ്റ് ചെയ്താലും അത് വൺസ് ഡിഫറൻഷ്യബിൾ ആണ്, ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്, ത്രൈസ് ഡിഫറൻഷ്യബിൾ ആണ്, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ നിങ്ങൾക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, ഇത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ആക്ച്വലി നമ്മൾ സ്മൂത്ത് ഫങ്ഷൻസ് അല്ലെങ്കിൽ അനലിറ്റിക് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്മൂത്ത് ഫങ്ഷൻസ് ഇത് കുറച്ചുകൂടെ ടെക്നിക്കൽ ടേം ആണ്, സ്മൂത്ത് ഫങ്ഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ സി ഇൻഫിനിറ്റി എന്ന് വിളിക്കും. അതായത് നമ്മൾ വൺസ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസിനൊക്കെ നമ്മൾ C1 ഫങ്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ദിസ് ഈസ് കോൾഡ് C1 ഫങ്ഷൻ. ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ
അതിന് നമ്മൾ C2 ഫങ്ഷൻസ് എന്നാണ് വിളിക്കുക. അതേപോലെ ത്രൈസ് ആണെങ്കിൽ C3 ഫംഗ്ഷൻ. അതുപോലെ ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ C ഇൻഫിനിറ്റി എന്ന് വിളിക്കുക. ഇത് കോംപ്ലക്സ് അനാലിസിസിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് C ഇൻഫിനിറ്റി എന്നത്. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് കാണും. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ മേലോട്ട് നോക്കരുത്. ഇത് എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ആക്ച്വലി ദിസ് ഈസ് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ക്ലാസ്. സോ ഒരു അനലിറ്റിക് ഫംഗ്ഷനെ പറ്റി എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആൻഡ് അതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് നമ്മൾ പറയും. ഓക്കെ, സോ ഇനി ഈ അനലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി-റീമാൻ കണ്ടീഷൻ. ഇത് നമ്മൾ വേണമെങ്കിൽ തിരിച്ചും പറയാറുണ്ട്. കോഷി-റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയാറുണ്ട്. ബട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദിസ് ആർ ആക്ച്വലി പ്രോപ്പർട്ടി ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്. കാരണം അനലിറ്റിക് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, C ഇൻഫിനിറ്റ് ഫംഗ്ഷൻസിനെ നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻസ് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ C ഇൻഫിനിറ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻസ് എന്താവും? ദേ വിൽ സാറ്റിസ്ഫൈ കോഷി-റീമാൻ കണ്ടീഷൻസ്. ഇതാണ് കോഷി-റീമാൻ കണ്ടീഷൻസ് പറയുന്നത്. രണ്ട് കണ്ടീഷൻസ് ആണ്, രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത് കോഷി-റീമാൻ കണ്ടീഷൻസ് പറയുന്നത്. നോക്കും എന്താണെന്നുള്ളത്. അത് നമുക്കൊരു ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. f(z) = u(xy) + iv(xy). അതിൻ്റെ റിയൽ പാർട്ട് ഒരു എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ ആണ്. അതുപോലെ ഇമാജിനറി പാർട്ടും ഒരു എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ ആണ്. പക്ഷേ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ദേ ആർ സ്കേലാർ ഫംഗ്ഷൻസ്. ദേ ആർ സ്കേലാർ ഫംഗ്ഷൻസ് ഓഫ് വേരിയബിൾ ടു വേരിയബിൾസ്. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് u + iv എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിലെ യുവും വിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഈ കോഷി-റീമാൻ കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻസിന് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻസ് വിളിക്കും. അല്ലെങ്കിൽ അനലിറ്റിക് ഫംഗ്ഷൻസ് എല്ലാം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചെക്ക് അനലിറ്റിസിറ്റിയാണ്. അനലിറ്റിസിറ്റി ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം വരിക. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് കോഷി-റീമാൻ കണ്ടീഷൻ ഇൻ പോളാർ ഫോം. ഓക്കെ, കോഷി-റീമാൻ കണ്ടീഷൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് കാർട്ടീഷ്യൻ ഫോമിലാണ്. അത് നമുക്ക് പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ∂u/∂r = 1/r ∂u/∂θ and ∂v/∂r = -1/r ∂u/∂θ. ഇതും നമുക്ക് ഉപകാരപ്പെടും ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ഇൻ പോളാർ ഫോം. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് പോളാർ ഫോം. ഫോർ എക്സാമ്പിൾ f of r theta is equal to f of z is equal to r² + i sin θ എന്നൊക്കെ ആണെങ്കിൽ ഈ രൂപത്തിലേക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് അനലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യൽ നമുക്ക് ഈ കോഷി-റീമാൻ കണ്ടീഷൻ പോളാർ ഫോം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. ഇഫ് f of z and g of z ആർ അനലിറ്റിക്, രണ്ട് ഫംഗ്ഷൻസ് f of z ഉം g of z ഉം ഇഫ് ദേ ആർ അനലിറ്റിക് then these all are analytic. That is f plus minus g, f dot g, f by g, f dash z, f double dash z, ഇതൊക്കെ എന്താണ്? ഈ ഫംഗ്ഷൻസ് ഒക്കെ അനലിറ്റിക് ആണ്. അതായത് രണ്ടിൻ്റെയും സമ്മ്, എഫും ജിയും അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ സമ്മും ഡിഫറൻസും അനലിറ്റിക് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഡോട്ട്, അതിൻ്റെ പ്രോഡക്റ്റ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അനലിറ്റിക് ആയിരിക്കും. അതുപോലെ അതിൻ്റെ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ അനലിറ്റിക് ആയിരിക്കും. അതേപോലെ ഡെറിവേറ്റീവ്സ് എല്ലാം, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എല്ലാം ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, ഓർ അനലിറ്റിക് ആയിരിക്കും. അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, പിന്നീട് നമുക്ക് കുറച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഫ് f of z ഈസ് അനലിറ്റിക്, അതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. u(xy) = c1 ഒരു കോൺസ്റ്റന്റും അതുപോലെ v(xy) = c2 എന്ന് എഴുതുകയാണെങ്കിൽ they will represent orthogonal family of curves. Orthogonal family of curves. എന്താ ഈ orthogonal family of curves എന്ന് പറയുന്നത്? orthogonal family of curves എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, എനിക്കിപ്പം ഒരു സെറ്റ് ഓഫ് കേർവ്സ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് എ ഫാമിലി ഓഫ് കേർവ്സ്. ഇപ്പോൾ എല്ലാത്തിനും ഒരേ നേച്ചറാണുള്ളത് അല്ലേ? ഇത്തരം ഇതിന് നമ്മൾ ഒരു ഫാമിലി ഓഫ് കേർവ്സ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. u(xy) = c1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് അനദർ ഇക്വേഷൻ ഉണ്ട്, v(xy) = c2 such that they form the real and imaginary part of a complex function. Okay, or analytic function. v(xy) ആണെങ്കിൽ
they will form the orthogonal family of curves. The orthogonal family of ഇത് u of xy ആണെങ്കിൽ if this is u, then v of xy will be exactly like this. I'm sorry, കുറച്ചും കൂടെ, yes, ഇങ്ങനെ ആയിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. ആദ്യത്തെ ഫംഗ്ഷൻസിന് ഓർത്തോഗണൽ ആയിട്ടായിരിക്കും സെക്കൻഡ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് വരിക. സോ ദിസ് ഈസ് ദി പ്രോപ്പർട്ടി, ദിസ് ഈസ് v of xy. ഇതിനാണ് നമ്മൾ ഓർത്തോഗണൽ ഫാമിലി ഓഫ് കേർവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, so let's come back to slide. Okay, അപ്പോൾ പറയുന്നതാണ് if f of z is an analytic function, then u equal to c1, v equal to c2 represent orthogonal family of curves. ഒരു ഇൻഫോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടൊന്നും അത് ഉപയോഗിക്കും തോന്നില്ല. എനിവേ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ദ ഫംഗ്ഷൻ f of z is equal to z cube. ഇത് z ക്യൂബ് അനാലിറ്റിക് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് z എന്ന് പറഞ്ഞാൽ എന്താണ്? z എന്ന് പറഞ്ഞാൽ x പ്ലസ് iy ആണ്. z is equal to x പ്ലസ് iy. സോ നമുക്ക് z ക്യൂബിന് എങ്ങനെ എഴുതാം? x പ്ലസ് iy ദ ഹോൾ ക്യൂബ്, x പ്ലസ് iy ദ ഹോൾ ക്യൂബ്. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എക്സ്പാൻഷൻ അല്ലേ? എക്സ് ക്യൂബ് അല്ലേ, എന്തായാലും എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നാണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ അല്ലേ? ഇത് പഠിച്ചിട്ടുണ്ട്. ഫൈൻ. സോ എക്സ് ക്യൂബ് മൈനസ് ഐ വൈ ക്യൂബ്. ഇവിടെ മൈനസ് ഐ വരാൻ കാരണം എന്താണെന്നൊക്കെ അറിയാം അല്ലേ? ഐ ക്യൂബ് വൈ ക്യൂബ് ആണ് സെക്കൻഡ് ടേം, പക്ഷേ ഐ ക്യൂബ് എന്താണ്? ആക്ച്വലി മൈനസ് ഐ, ദെർഫോർ ഇവിടെ മൈനസ് ഐ വൈ ക്യൂബ് പ്ലസ് 3i എക്സ് സ്ക്വയർ വൈ പ്ലസ് 3i സ്ക്വയർ എക്സ് വൈ സ്ക്വയർ. ഇതിന് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഈ ഐ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ ഐ സ്ക്വയർ നമുക്ക് എന്തായിരിക്കും? മൈനസ് വൈ ഇതിനെ മൈനസ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഐ ഉള്ള രണ്ട് ടേംസ് ഉണ്ട്, ഐ ഇല്ലാത്ത രണ്ട് ടേംസ് ഉണ്ട്. ഈ ഐ സ്ക്വയർ നമുക്ക് -1 എന്ന് എഴുതിയാൽ ഐ സ്ക്വയർ ഇല്ലാത്ത രണ്ട് ടേംസ് ഇതും ഇതും, ഇനി ഐ സ്ക്വയർ ഉള്ള ഐ ഉള്ള രണ്ട് ടേംസ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് ഐ ഉള്ള ടേമും ഐ ഇല്ലാത്ത ടേംസ് ആയിട്ട് നമുക്ക് രണ്ട് പാർട്ടാക്കി എഴുതാം. ഐ ഇല്ലാത്ത ടേം ഏതൊക്കെയാണ്? എക്സ് ക്യൂബ് ഉണ്ട്, അതുപോലെ ഇവിടെ ഐ സ്ക്വയർ മൈനസ് ആണ്. സോ -3xy സ്ക്വയർ. അത് രണ്ടിനും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം. അതിന് നമുക്ക് u of xy അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ദി സെറ്റ് ക്യൂബ് എന്ന് വിളിക്കാം. അതുപോലെ ഐ ഉള്ള ടേംസ് വൈ ക്യൂബ് ആണ്, പക്ഷേ അതിന് മൈനസ് സൈൻ ഉണ്ട്, -y ക്യൂബ്. പിന്നെ എന്താണ്? 3x സ്ക്വയർ വൈ ഉണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി നമ്മൾ അതിൻ്റെ റിയൽ ഇമാജിനറി പാർട്ട് എന്ന് എഴുതി. ഓക്കെ, സോ വി ഗോട്ട് നമുക്ക് ഈ z ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഈ f of u പ്ലസ് ഐ വി എന്നുള്ള ഫോമിൽ കിട്ടി അല്ലേ? f of z is equal to z cube എന്നുള്ള ഫോം u പ്ലസ് ഐ വി കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് u പ്ലസ് ഐ വി ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ചെക്ക് ദ കോഷി റീമാൻ കണ്ടീഷൻസ്. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആണോ ചെക്ക് ചെയ്യുക. ദെൻ ഇതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡോ വി ബൈ ഡോ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ യു ബൈ ഡോ എക്സ് ഡോ വൈ. ഓക്കെ, ഇത് രണ്ട് കണ്ടീഷൻസും സൈമൾട്ടേനിയസ് ആയിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് ചെക്ക് ചെയ്യാം അടുത്ത സ്ലൈഡിൽ. ഓക്കെ, ഇവിടെ നോക്കൂ. ഫസ്റ്റ് എന്തായിരുന്നു? ഡോ യു ആയിരുന്നു അല്ലേ? ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എന്തായാലും -3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ അല്ലേ? മുകളിൽ നോക്കുക എന്തായിരുന്നു? എക്സ് എന്തായിരുന്നു? ഈ എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ ആണ് അല്ലേ? യു എന്ന് പറഞ്ഞാൽ അല്ലേ? യു എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ ആണ്. ഓക്കെ, അത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ സൈഡിൽ നിന്ന് എഴുതിയിടാം. യു ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ, v is equal to 3x square y minus y cube. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പോവാം. നോക്കൂ, യെസ്, u എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ ശരിയല്ലേ? യെസ്, അത് ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഈ ടൈമിൽ വൈ ഇല്ല, സോ 0 ആവും. -3y സ്ക്വയർ വരും അല്ല, വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ? ഡോ യു ബൈ ഡോ വൈ -6xy അല്ലേ? -6xy. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ -6xy കിട്ടും. ഓക്കെ, സോ -6xy. അതേപോലെ ഡോ യു ബൈ ഡോ എക്സ്, സോറി ഇവിടെ ഡോ വി ബൈ കേട്ടോ, ഡോ വി ബൈ. സോ ഡോ വി ബൈ ഡോ എക്സ് എന്താണ്? ഡോ വി ഇതാണ്. സോ 3 into x സ്ക്വയർ, അപ്പോൾ 2x ആവും. 3 into 2x ദാറ്റ് ഈസ് 6x, പിന്നെ y ഉണ്ട്, സോ 6xy. സോ ക്ലിയർ ആണ് അല്ലേ? വളരെ ക്ലിയർ ആണ്. നമുക്ക് സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ
dou x. So രണ്ട് കണ്ടീഷനും സക്സസ്ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. Therefore we say that f of z is equal to z cube is analytic. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ അത് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കുന്നല്ലേ. വാട്ട് അബൌട്ട് z cube? z cube ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണോ? z cube നമുക്ക് ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അല്ലേ. ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തരും f dash z is equal to 3z square എന്ന് വരും. ട്വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്താണ് f of z is f dash double dash z is equal to 6z എന്ന് വരും. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അല്ലേ, 6 എന്ന് കിട്ടും. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത് 4. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റില്ലേ, അതായത് ഇത് ഇൻഫിനിറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണ്. നോ, ഇത് തെറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ f of z is equal to 0 എന്ന് പറയുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള നമ്പറാണ്. അത് നമുക്ക് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. f5 of z ചെയ്താൽ വീണ്ടും 0 കിട്ടുന്നേ ഉള്ളൂ. 0 is a valid number. 0 is a valid number. നിങ്ങൾക്ക് അത് ഇൻഫിനിറ്റി വരെ പോവാം. 0 is a valid number. എപ്പോഴാണ് ഇൻവാലിഡ് ആവാം നമുക്ക് അറ്റ് ഒരു പോയിന്റിൽ നമുക്ക് വാല്യൂസ് ഇൻഫിനിറ്റ് ആവേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അപ്പോൾ 0, ദിസ് ഇസ് പെർഫെക്റ്റ്ലി വാലിഡ് നമ്പർ. Therefore this is infinitely differentiable actually. Okay, so this is analytic നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, what about f of z is equal to z square? f of z is equal to z square. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാം നമുക്ക്. f of z is equal to z square. z square നമുക്ക് x plus iy whole square എഴുതാം. That is x square minus y square plus 2i 2xy. The x square minus y square ആണ് u, v എന്ന് പറഞ്ഞാൽ 2xy ആണ്. ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 2x minus 2y minus 2y. Yes, this is analytic. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് e raised to z ഉണ്ട്. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ആൻസറോട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നെറ്റിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? ഇത് ജൂൺ 2018 ജൂണിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, അപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അത്ര വൈകിട്ടൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? എയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എവിടെ ഇവിടെ എ ഉണ്ട് അല്ലേ. യെസ്, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2x plus 3 into x square minus y square plus 2i 3xy plus ay is analytic function of complex variables z equal to xy. Option A 1, option B 0, option C 3, option D 2. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് രണ്ടും കോഷി-റീമാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈക്വൽ ആകുമ്പോൾ നമുക്ക് എക്ക് ഒരു കണ്ടീഷൻ കിട്ടും, എയുടെ വാല്യൂക്ക് ഒരു കണ്ടീഷൻ കിട്ടും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ലെറ്റ്സ് ചെക്ക്. ഫസ്റ്റ് യു എന്താണ്? യു ഈസ് 2x പ്ലസ് യു ഈസ് ഈക്വൽ ടു 2x plus 3 into x square minus y square. So first അതിന് നമുക്ക് v നെ എന്ത് എഴുതാം? v is equal to 2 into 3xy plus ay. Okay, so next we have to check both ux dou u by dou x and dou u by dou y. അതേപോലെ dou v by dou x ഉം dou v by dou y കാണാം. Okay, let's check. നോക്കൂ, ഫസ്റ്റ് dou u by dou x ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ യു ബൈ ഓക്കെ, ഒരു കാര്യം ചെയ്യേണ്ടത് ഇവിടെ ചെക്ക് ചെയ്യല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പറഞ്ഞതാ, ഇത് അനലിറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വേരിയബിൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ നമുക്ക് അസ്യൂം ചെയ്യാം ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇത് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതോടൊപ്പം നമുക്ക് ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2 പ്ലസ് അല്ലേ, ഫസ്റ്റ് യുവിന് ഇവിടെ 2 വരും, പിന്നെ 3x സ്ക്വയർ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 6x വരും. 2 plus 6x. This must be equal to what is dou v by dou y. Dou v by dou y ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 2 into 3x വരും, that is 6x plus 2 into a. 2 into a, that is 2a അല്ലേ, 2a. സോ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് വേണം? ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് വാല്യൂ കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ 6x a is equal to 1. ക്ലിയർ അല്ലേ? a is equal to 1. So let's come back. Yes, 6y is equal to 6y. So option A is the correct answer. Oru question, which of the following analytic function of the complex variables z is equal to x plus iy in the domain mod z is equal to mod z less than 2. ഇതിൽ ഏതൊക്കെയാണ് അനലിറ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് an analytic function of variable. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിൽ ഏതൊക്കെ അനലിറ്റിക് അല്ല, ബാക്കിയുള്ളൊക്കെ അനലിറ്റിക് അല്ല എന്നാണ് പറയുന്നത്.
ഒന്ന് മാത്രമേ അനലിറ്റിക് ഉള്ളൂ, അത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു if it is a function of z bar, that is z bar എന്താണ്, z bar എന്ന് പറഞ്ഞാൽ x മൈനസ് iy, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z ബാർ ബൈ 2 അല്ലേ, ഇതൊരു ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z ബാർ ബൈ 2, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, x മൈനസ് iy ബൈ 2, x ബൈ 2 മൈനസ് iy ബൈ 2 അല്ലേ, ഇതാണ് u, ഇത് v. ഇത്തരം ഫംഗ്ഷൻസ് ഒരിക്കലും അനലിറ്റിക് ആയിരിക്കില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് മൈനസ് iy-യുടെ ഒരു ഫംഗ്ഷനാക്കി എഴുതാൻ പറ്റും, അതായത് z ബാറിൻ്റെ ഫംഗ്ഷനാക്കി എഴുതാൻ പറ്റും. സോ ഇഫ് അനലിറ്റിക് ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ്ലി നമുക്കത് അതിനെ ഒരു z ബാറിൻ്റെ ഫംഗ്ഷനായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ വിൽ നോട്ട് ബി അനലിറ്റിക്. ഓക്കെ, അതിന് പ്രൂഫ് ഉണ്ട്, നമുക്ക് കോഷി റീമാൻ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനത് എൻ്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത് ഒരിക്കൽ നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫംഗ്ഷൻസ് z ബാറിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. നോക്കൂ, ഇവിടെ എക്സ് മൈനസ് iy ഉണ്ട് അല്ലേ. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഫംഗ്ഷൻ നമുക്ക് 3 പ്ലസ് z ബാർ ഹോൾ റേസ് ടു 7 എഴുതാം, പോയി അല്ലേ. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് z ബാർ ആയതുകൊണ്ട് ദിസ് ഈസ് നോട്ട് അനലിറ്റിക്. വാട്ട് അബൌട്ട് ദിസ്, ഇവിടെ പക്ഷേ രണ്ടും എന്താണ്, ഇവിടെ ഈ മൈനസ് ഇങ്ങോട്ട് കോമൺ ആക്കി എടുത്താൽ ദിസ് ഈസ് എക്സ് പ്ലസ് iy ആണ്, ദിസ് ഇസ് എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ആണ്, ദെർഫോർ ദിസ് ഈസ് അനലിറ്റിക്. ഓക്കെ, അതുപോലെ ഇവിടെയോ, ഇവിടെ മൈനസ് പുറത്തെടുത്താൽ എക്സ് പ്ലസ് iy ആണ്, അതുപോലെ ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ, എക്സ് മൈനസ് iy ദ ഹോൾ ക്യൂബ് വരും, എക്സ് മൈനസ് iy ദ ഹോൾ ക്യൂബ്. ഓക്കെ, പക്ഷേ ഇവിടെ മൈനസ് പുറത്തെടുത്താൽ എക്സ് മൈനസ് iy ഹോൾ ക്യൂബ്, എക്സ് മൈനസ് iy എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് z ബാർ. പിന്നെ ഇവിടെയോ, ഇവിടെ എക്സ് പ്ലസ് iy ആണ്, ദിസ് ഇസ് എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് സെഡ് ആണ്, ദിസ് ഈസ് അനലിറ്റിക്. സോ ഇവിടെ അനലിറ്റിക് അല്ലാതെ രണ്ട് ഫംഗ്ഷൻ നമ്മൾ കണ്ടത്, ഒന്ന് ഓപ്ഷൻ സിയിലാണ് അല്ലേ, ഓപ്ഷൻ സിയിൽ 7 മൈനസ് എക്സ് മൈനസ് iy ഹോൾ ക്യൂബ് ഉണ്ട്. അതേപോലെ ഓപ്ഷൻ എയിൽ ഇവിടെ ഓപ്ഷൻ ഡി അനലിറ്റിക് ആണെങ്കിൽ പോലും അതിന് ഒരു ബ്രാഞ്ച് പോയിന്റ്സ് ആണുള്ളത്, കോംപ്ലക്സിൻ്റെ അവസാനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബ്രാഞ്ച് പോയിന്റ്സ്. അതുകൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻ എടുക്കുന്നില്ല. സോ ഫൈനൽ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മാത്രമാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മിസ്പ്ലേസ് ചെയ്തു പോയതാണ്, ഇത് ഇവിടെ അല്ല വരുന്നത്. പക്ഷേ ഈവൻ ദോ നിങ്ങൾക്ക് ഈ എഫ് ഓഫ് സെഡ് ഒരു ഫംഗ്ഷൻ z ബാറിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ അനലിറ്റിക് അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി ഇത് ബ്രാഞ്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ നമുക്ക് അഡ്രസ് ചെയ്യാൻ ശരിക്കും കഴിയുള്ളൂ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത് ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് എഫ് ഓഫ് സെഡ് ഇസിക്കൽ സെഡ് സ്ക്വയർ നമ്മൾ ചെയ്തല്ലോ അല്ലേ. എഫ് ഓഫ് സെഡ് ഇസിക്കൽ കോസ് എച്ച് സെറ്റ് നമ്മൾ എങ്ങനെ അനലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, കോസ് എച്ച് സെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, അത് ഞാൻ കുറച്ച് യൂസ്ഫുൾ ഡാറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കോസ് ഹൈപ്പർബോളിക്കും കോസ് എക്സും ട്രിഗ്നോമെട്രിക്കും തമ്മിലുള്ള കണക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കോസ് എച്ച് ഐ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, അതുപോലെ സൈൻ എച്ച് ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ സൈൻ എക്സ്, അത് രണ്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി ഉള്ള പോലെ കോസ് എച്ചിനും സൈൻ എച്ചിനും ഉണ്ട്. ഓക്കെ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ സം റൂളാണ് സൈൻ കോസ് എച്ച് എ പ്ലസ് ഓർ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് എച്ച് എ കോസ് എച്ച് ബി പ്ലസ് ഓർ മൈനസ് സൈൻ എച്ച് എ സൈൻ എച്ച് ബി. ഓക്കെ, ഇത് നമുക്ക് ഏതാണ്ട് ഇതിലും ഇങ്ങനെ എത്താനായിരുന്നു അല്ലേ, നമ്മുടെ ട്രിഗ്നോമെട്രിക്കിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. കോസ് എ പ്ലസ് ബി എന്നായിരുന്നു ട്രിഗ്നോമെട്രിയിൽ കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആയിരുന്നു അല്ലേ, മൈനസ് സൈൻ എ സൈൻ ബി. പക്ഷെ ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെയാണ്, മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ നിങ്ങൾക്ക് സൈൻ എച്ച് എ പ്ലസ് ഓർ മൈനസ് ബി ആണെങ്കിൽ രണ്ടിനും നിങ്ങൾക്ക് ഇവിടെ പ്ലസ് മാത്രമേ ഉള്ളൂ. സൈൻ എച്ച് എ കോസ് എച്ച് ബി കോസ് എച്ച് എ സൈൻ എച്ച് ബി. ഓക്കെ, പിന്നീട് ഡെറിവേറ്റീവ്സ് ആണ്. സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എച്ച് എക്സ് ആണ്. കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ് ആണ്, നോട്ട് മൈനസ് സൈൻ എച്ച് എക്സ്. ഇവിടെ മൈനസ് ഇല്ല. ഓക്കെ, പക്ഷേ ഡിഫറെൻറ്റ് ട്രിഗ്നോമെട്രിക്കിൻ്റെ കേസിൽ നമുക്ക് എന്തായിരുന്നു, സൈനിൻ്റെ കോസ് ആയിരുന്നു, പക്ഷേ കോസിന് മൈനസ് സൈൻ ആയിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൈനസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് ടാൻ എച്ച് എക്സിന് സീക്ക് എച്ച് സ്ക്വയർ എക്സ്, ദെൻ കോട്ട് എച്ച് എക്സിന് മാത്രമേ ഒരു മൈനസ് ഉള്ളൂ, മൈനസ് കോസീക്ക് എച്ച് സ്ക്വയർ എക്സ്. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ഡാറ്റ നമ്മൾ ഉപയോഗിച്ചിട്ട് കോസ് എച്ച് സെഡ് അനാലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യാം. അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്
ഇത് നമുക്ക് ഒരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് എ ബി സി ഡി വാട്ട് വാല്യൂസ് ഓഫ് എ ബി സി ഡി ദീസ് ഫംഗ്ഷൻസ് ആർ അനലിറ്റിക്. ഈ ഫംഗ്ഷൻസ് ഒക്കെ എ ബി സി ഡിയുടെ ഏതൊക്കെ വാല്യൂസിനാണ് അനലിറ്റിക് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെറ്റിന് വന്ന അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ അതിന് വേണ്ടി സമയം കളയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഞാൻ സമയമില്ലാത്തതാണ്. നമുക്ക് കാരണം ഇതിൽ ഈ പാർട്ട് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ എന്നുള്ള പാർട്ടിലാണ്. അവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് പോകുന്നത്. അടുത്ത ഹാർമോണിക് ഫംഗ്ഷൻ. വാട്ട് ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ? ഓക്കെ, ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് ഒന്നുമില്ല. ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിന് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറയാം. എന്താണ് ലാപ്ലാസ് ഇക്വേഷൻ? ലാപ്ലാസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0. Del square എന്ന് പറഞ്ഞാൽ is called a Laplacian operator. Del square is defined for Cartesian coordinates as dou square by dou x square plus dou square by dou y square plus dou square by dou z square. ഓക്കെ, പക്ഷെ ഇത് കാർട്ടീഷ്യനിലാണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും അതുപോലെ സിലിണ്ടറിക്കലിലേക്ക് പോകുമ്പോൾ അത് പറ്റി കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. അത് നമുക്ക് വെക്ടേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കും. ഓക്കെ, സ്കെയിൽ ഫാക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന മെത്തേഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ, ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് എപ്പോഴും എഴുതിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് ചെയ്യാൻ പറ്റും. സ്പെറിക്കൽ പോളാറിലും സിലിണ്ടറിക്കലൊക്കെ ആകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൽ പോകണ്ട. ഇവിടെ തൽക്കാലം കാർട്ടീഷ്യൻ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, ദ ഫങ്ഷൻസ് ഈ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എപ്പോഴും ഹാർമോണിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ദെൻ ഡെൽ സ്ക്വയർ യു is equal to 0 and del square v is equal to 0. This is a necessary condition. Okay, ഇതൊരു നെസസറി കണ്ടീഷനാണ്. അത് ഒരു ഫംഗ്ഷൻ്റെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും. ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ് മാത്രമല്ല അത് തമ്മിലൊരു പ്രത്യേക കണക്ഷൻ ഉണ്ട്. ദർ ഹാർമോണിക് കോൺജുഗേറ്റ്സ് ഓഫ് ഈച്ച് അതർ. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ യു കിട്ടിക്കഴിഞ്ഞാൽ ദെൻ വി ഈസ് ഓൾറെഡി ഫിക്സ്ഡ്. യു തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസ് എടുത്താൽ ശരിയാവില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോൺജുഗേറ്റ് ഉണ്ടാവും. ആ കോൺജുഗേറ്റ് മാത്രമേ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ്. സോ ഹാർമോണിക് ഫംഗ്ഷൻസ്, ഇതിൻ്റെ പ്രൂഫൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ റിയൽ പാർട്ടും അനലിറ്റിക് പാർട്ടും എന്തുകൊണ്ടാണ് ഹാർമോണിക് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം ഡൗട്ട്സ് സമയത്ത്. ഓക്കെ, സോ ദിസ് ഈസ് ഹാർമോണിക് ഫംഗ്ഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണുന്നതാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. So both real and imaginary parts are harmonic for a complex function. ഈ ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഹാർമോണിക് ഓർ നോട്ട്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ താഴെ ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇ റേസ് ടു എക്സ് കോസ് വൈ, അതായത് ഹാർമോണിക് ആണെന്ന് പറഞ്ഞാൽ ഇത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ റിയലോ ഇമാജിനറിയോ ആയിട്ടുള്ള പാർട്ടിൽ ഇത് വരാൻ കഴിയുമോ, അതിൽ എലിജിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഇ റേസ് ടു എക്സ് കോസ് വൈ അത് നമുക്ക് എന്ത് ചെയ്യാം, ഹാർമോണിക് ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് കാണുമ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ വരും. ഡോ യു ബൈ ഡോ വൈ കാണുമ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ വരും. അടുത്ത ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഇവിടെ യു ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എഗെയിൻ ഇ റേസ് ടു എക്സ് കോസ് വൈ വരും. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും, മൈനസ് ഇ റേസ് ടു എക്സ് കോസ് വൈ വരും. സോ രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് minus e raised to x sin y is equal to 0. Therefore, this is harmonic. Next, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, നെറ്റിന് ചോദിച്ചതാണ് ഈ ഭാഗത്തുനിന്ന്. Which of the following functions cannot be the real part of a complex analytic function of z equal to x plus iy? ഇതിൽ ഏത് ഫംഗ്ഷനാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഒരു കോംപ്ലക്സ് അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് ആവാൻ പറ്റാത്തതെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, റിയൽ പാർട്ടാണെങ്കിലും ഇമാജിനറി പാർട്ടാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ശരിയാണ്. ഇത് റിയൽ പാർട്ട് മാത്രമല്ല, ഒരു ഫംഗ്ഷൻ ഇമാജിനറി പാർട്ട് ആവണമെങ്കിലും ഈ നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ, അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ ഏതാണ് പിന്നെ ഹാർമോണിക് നോക്കിയാൽ മതി. അത് വിച്ച് ഓഫ് ദീസ്
ഫോളോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ലാപ്ലാസ് ഇക്വേഷൻ del square f is equal to 0. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സ് സ്ക്വയർ വൈ എടുത്ത് ചെക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. ഡോ എഫ് ബൈ ഡോ എക്സ് എന്നാണ്, ദാറ്റ് ഈസ് 2xy. ഡോ എഫ് ബൈ ഡോ വൈ അഗെയിൻ എക്സ് സ്ക്വയർ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് 2y. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്താണ് 0 ആണ്. അപ്പോൾ അവിടെ തന്നെ കിട്ടി അല്ലേ. അപ്പം ഡെൽ എഫ് ആണ് കേട്ടത്. del square f is equal to dou square f by dou x square plus dou square f by dou y square is equal to 2y plus 0 is 2y. This is not equal to 0. This is not equal to 0. Therefore, del square f is not equal to 0. Therefore, this function is not harmonic. This is not harmonic. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ റിയൽ വിച്ച് ഓഫ് ദ കനോട്ട് ബി എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യത്തെ തന്നെ കനോട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഒരു സംശയമുണ്ട് ഇതിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ശരിയായിരിക്കുമോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓരോ ഫംഗ്ഷൻ. ഞാൻ ആദ്യത്തെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് തരാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുക്കാം. നോക്കൂ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ലെറ്റ് മീ ഗോ ടു വൈറ്റ് ബോർഡ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് 2x. ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2y. Dou square f by dou x square is equal to 2. Dou square f by dou y square is equal to minus 2. So dou square f by dou x square plus dou square f by dou y square is equal to 2 plus minus 2, that is equal to 0. So therefore del square f is equal to 0. So this is harmonic. Clear ആണോ? അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ്, അപ്പോൾ ഇത് നമ്മൾ കണ്ടു, ദിസ് ഈസ് ഹാർമോണിക്. ദിസ് ഈസ് ഹാർമോണിക്. ഇതും നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ് ഹോംവർക്ക്. നെക്സ്റ്റ്, ഇപ്പോൾ ഇത് 2013 കുറച്ച് മുമ്പാണ്. എനിവേ ഏതായാലും ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് അഗെയിൻ നേരത്തെ പറഞ്ഞ അതേ പാർട്ട്. ഇതാണ് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തതാണ്, അല്ലാതെ സെയിം ക്വസ്റ്റ്യൻ അപ്പാർട്ട് റിപ്പീറ്റ് ചെയ്തെന്നല്ല. നോക്കൂ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് ഓഫ് സെഡ് ഇഫ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെഡ് ബാർ. സെഡ് ബാറിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി അനലിറ്റിക്. ഇപ്പോൾ ഇവിടെ സെഡ് ആണ്, ഇവിടെ സെഡ് ആണ്. ഓക്കെ, ഇവിടെയും സെഡ് ആണ്. യെസ്, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു മൈനസ് കോമൺ ആക്കി എടുത്താൽ എക്സ് മൈനസ് ഐ വൈ ആയി. ഓക്കെ, therefore this is not analytic. This is not analytic. ഓപ്ഷൻ ഡി ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ ഇത്തരം പ്രോബ്ലംസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ മറക്കരുത്. ഇഫ് എ ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ്ലി ക്യാൻ റിപ്രസെൻറ്റഡ് ബൈ എഫ് ഓഫ് സെഡ് ബാർ, സച്ച് ഫംഗ്ഷൻസ് വിൽ നോട്ട് ബി അനലിറ്റിക്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ഹോംവർക്ക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഞാനിവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഹാർമോണിക് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, സോ ഇഫ് ചെക്ക് വെദർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഹാർമോണിക് ഓർ നോട്ട്. 6xy മൈനസ് 5x പ്ലസ് 3, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ, ഇ റൈസ്ഡ് മൈനസ് എക്സ് സൈൻ വൈ. ഇത്രയും ഫംഗ്ഷൻസ് അനാലിറ്റിക് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഫ് അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് യു പ്ലസ് ഐ വിയിൽ യു വി എന്താണ്, ദേ ആർ ഹാർമോണിക് കോൺജുഗേറ്റ്സ് ഓഫ് ഈച്ച് അതർ. ദേ ആർ ഹാർമോണിക് കോൺജുഗേറ്റ്സ്. ഹാർമോണിക് കോൺജുഗേറ്റ്സ് ഈച്ച് അതർ. ഓക്കെ, ഹാർമോണിക് കോൺജുഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റത് കണ്ടുപിടിക്കാം. ഓക്കെ, കാരണം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റത് യുണീക്ലി ഡിഫൈൻഡ് ആണ്, എനിക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ദർഫോർ ഒരു നല്ലൊരു എക്സസൈസ് ആണ് എന്ത്, ഈ യു തന്നിട്ട് വി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്? അതായത് ദേ ആർ ദിസ് യു ആൻഡ് വി ആർ ബൈൻഡ് ബൈ ദ കോഷി-റീമാൻ കണ്ടീഷൻ. കോഷി-റീമാൻ കണ്ടീഷൻ കാരണമാണ് ഇവ തമ്മിൽ ഒരു റിലേഷൻ ഫോം ചെയ്തത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഹൗ ടു ചെക്ക് ഇഫ് യു ഇസ് ഗിവൺ. വി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വി തന്നിട്ട് യു കണ്ടുപിടിക്കുന്നത് സെയിം പാറ്റേൺ ആണ്, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നീട് യു വി തന്നിട്ട് എഫ് ഓഫ് സെഡ് കണ്ടുപിടിക്കാം. യുഒ വിയോ തരും, ഏതെങ്കിലും ഒന്ന് തന്നിട്ട് വാട്ട് ഈസ് ദ അനലിറ്റിക് ഫംഗ്ഷൻ അങ്ങനെ ചോദിക്കും. അങ്ങനെ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരിക.
സോ ലെറ്റ്സ് ചെക്ക് ഈച്ച് ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് 1 ഞാൻ പറയുന്നത് യു ഈസ് ഗിവൺ. ഫസ്റ്റ് യു തരും, അതായത് റിയൽ പാർട്ട് തരും. റിയൽ പാർട്ട് തന്നിട്ട് എഫ് ഓഫ് സെഡ് കണ്ടുപിടിക്കാനാണ് പറയാം. ഓക്കെ, എന്തല്ല റിയൽ പാർട്ട് തന്നിട്ട് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാനല്ല ആദ്യം ചോദിച്ചത് റിയൽ പാർട്ട് തന്നിട്ട് എഫ് ഓഫ് സെഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്രത്യേക മെത്തേഡ് മിൽനെ തോംസൺ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഈ മിൽനെ തോംസൺ മെത്തേഡ് പറയുന്നത് വെച്ചാൽ അതിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഓക്കെ, വി ഹാവ് 3 സ്റ്റെപ്സ്. അപ്പം ഓരോ സ്റ്റെപ്സിലും എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്, ഞാൻ സ്പീഡ് കൂടുന്നതിലൊന്ന് പറയണേ, കാരണം ഞാൻ ഈ ഭാഗം കുറച്ച് സ്പീഡിൽ പോകുന്നത് ഒരു ഇൻട്രൊഡക്ടറി ആയതുകൊണ്ടാണ്. നമ്മൾ കോംപ്ലക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഇൻറ്റഗ്രേഷൻ പാർട്ടാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സ്ലോ ആക്കാം. ഓക്കെ, സോ മിൽനെ തോംസൺ മെത്തേഡിൽ നമുക്ക് തന്നിരിക്കുന്നത് യു ഓഫ് എക്സ് ആണ്. യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇസ് ഗിവൺ. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വി ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഈ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണല്ലോ അല്ലേ. ഈ യു പ്ലസ് ഐ വിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം എന്ത് വരും? എഫ് ഡാഷ് സെഡ് ഇസ് ഈക്വൽ ടു, എഫ് ഡാഷ് എന്ന് പറഞ്ഞതാണ് ഡി എഫ് ബൈ ഡി സെഡ്. ഓക്കെ, സോറി, ഡി എഫ് ബൈ ഡി എക്സ്. സോ എഫ് ഡാഷ് സെഡ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് അല്ലെ, റിയൽ പാർട്ടിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് ഇമാജിനറി പാർട്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് യു ആണ് തന്നിട്ടുള്ളത് അല്ലേ, വി നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ രക്ഷിക്കാൻ ആരുണ്ട്? വി ഹാവ് കോഷി റീമാൻ കണ്ടീഷൻ. കോഷി റീമാൻ കണ്ടീഷനിൽ ഡോ വി ബൈ ഡോ എക്സ് എന്നാണ്. ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. സോ ഇവിടെ ഈ ഐ ടൈംസ് ഡോ യു വി ബൈ ഡോ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇയാളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായി? ഡോ യു ബൈ ഡോ വൈ ഉണ്ടാ. സോ എഫ് ഡാഷ് സെഡ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഡോ യു ബൈ ഡോ വൈ. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇപ്പം നിങ്ങൾക്ക് എഫ് ഡാഷ് സെഡ് കിട്ടി. ഇനി ഇതിന് എഫ് ഓഫ് സെഡ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് വാട്ട് എവർ ദിസ് ഇവിടെ കിട്ടിയത് എന്താണോ അതിന് നിങ്ങൾക്ക് എന്ത് മതി? വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് ചെക്ക് ആൻ എക്സാമ്പിൾ. അടുത്ത സ്റ്റെപ്പ് 2 എന്താ പറയുന്നത് വെച്ചാൽ പുട്ട് എക്സ് ഈക്വൽ ടു സെഡ്. ഇത് നിങ്ങളുടെ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ്. അടുത്തത് നിങ്ങൾ കുറേ വെരിഫൈ ചെയ്ത് അവസാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എക്സ് ഈക്വൽ ടു സെഡ് എന്ന് കൊടുക്കാം. ഈ കിട്ടിയ നമ്മൾ തൊട്ട് മുമ്പ് കിട്ടിയ ഫംഗ്ഷൻ അല്ലേ, തൊട്ട് മുമ്പ് ഇവിടെ കിട്ടിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും, വാട്ട് എവർ ദിസ് ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റിയിൽ എക്സ് ഈക്വൽ ടു സെഡ് കൊടുക്കുക, വൈ ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, അതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. എക്സ് ഈക്വൽ ടു പുട്ട് എക്സ് ഈക്വൽ ടു സെഡ്, വൈ ഈക്വൽ ടു 0 ആൻഡ് കോൾ ദ ന്യൂ ഫംഗ്ഷൻ എഫ് ഡാഷ് സെഡ് നമ്മൾ ജി ഓഫ് സെഡ് എന്ന് വിളിക്കാം. ജസ്റ്റ് ഒരു കൺവീനിയൻസിന് വേണം, നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുതിയ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ, കാരണം എഫ് ഡാഷ് സെഡ് അല്ല ആക്ച്വലി. പിന്നെ നമ്മൾ അല്ലേ എഫ് ഡാഷ് സെഡിൽ നമ്മൾ എന്ത് കൊടുത്തു? എക്സ് ഈക്വൽ ടു സെഡും വൈ ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ അതൊരു ന്യൂ ഫംഗ്ഷൻ ആണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ജി ഓഫ് സെഡ് എന്ന് ഒരു മാന്യമായ രീതിയാണത് മറ്റൊരു പേര് കൊടുക്കുക എന്നുള്ളത് അല്ലേ. ഓക്കെ, ആൾ മാറിയിട്ടുണ്ടല്ലോ. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു നമുക്ക് ജി ഓഫ് സെഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ജി ഓഫ് സെഡിന് ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ജി ഓഫ് സെഡിന് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, എഫ് ഡാഷ് സെഡ് എന്തായിരുന്നു? എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി എഫ് ബൈ ഡി എക്സ് ആയിരുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ സെഡിലാണ് കേട്ടോ, ഡിഫറൻഷ്യൽ സെഡിലാണ്, സോറി സെഡ് ഡിഫറൻഷ്യൽ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എഫ് ഓഫ് സെഡ് കിട്ടും. ഇവിടെ ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണം. ജി ഓഫ് സെഡ് ടി സെഡിലാണ് അല്ലേ. അപ്പം എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ്? ഒന്നുകൂടെ നോക്കുക. സ്റ്റെപ്പ് 1 നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 1 ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് ഐ വി ആണ് അല്ലേ, യു പ്ലസ് ഐ വി. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം എഫ് ഡാഷ് എന്ത് ചെയ്തു? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഡോ വി ബൈ ഡോ എക്സ്. ഈ ഡോ വി ബൈ ഡോ എക്സ് നമ്മൾ എന്തായി മാറ്റി? നമ്മളതിനെ കോഷി റീമാൻ കണ്ടീഷൻ പ്രകാരം ഡോ വി യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഡോ യു ബൈ ഡോ വൈ എന്ന് മാറ്റി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു 0, വൈ എക്സ് ഈക്വൽ ടു സെഡ്, വൈ ഈക്വൽ ടു 0 കൊടുത്തു. അപ്പം കിട്ടുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിച്ചു? ജി ഓഫ് സെഡ് എന്ന് വിളിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫൈനൽ ആൻസർ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഓഫ് സെഡ് ടി സെഡ്. So this is the answer. Let's check ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നോക്കൂ, calculate the analytic function f of z given the real part u is equal to half log x square plus y square. Okay, റിയൽ പാർട്ട് തന്നിട്ടുണ്ട്,
നമ്മൾ ചോദിച്ചിരിക്കുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ആണ്. സോ ചെയ്തോളൂ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ തന്നെ നോട്ട്ബുക്കിൽ ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്നത് യു ആണ് അല്ലേ, യു എടുത്ത് എഴുതി. ഇനി നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിലെ നോക്കൂ, നിങ്ങൾ എപ്പോഴും ഈ സാധനങ്ങൾ ഡിറൈവ് ചെയ്യണ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നേരിട്ട് ഇതങ്ങ് ചെയ്താൽ മതി. ഈ സ്റ്റെപ്പാണ് ചെയ്താൽ മതി. ഈ സാധനം എഴുതിയിട്ട് ഇവിടെ ഡോ വി ബൈ ഡോ എക്സ് എഴുതിയിട്ട് പിന്നെ അതിനെ ഡോ യു ബൈ ഡോ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. എഫ് ഡാഷ് സെറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, യു കിട്ടിക്കഴിഞ്ഞാൽ, യു തന്നു കഴിഞ്ഞാൽ ഉടനെ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് സബ്ട്രാക്ട് ചെയ്യുക, ഒരു ഐ ഇവിടെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് കണ്ടു. ഡോ യു ബൈ ഡോ എക്സ് ഉണ്ടപ്പോൾ തരും ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിൻ്റെ 1/x വരും അല്ലേ, ഒരു ഹാഫ് ഇവിടെ കോമൺ ആക്കി എടുത്താൽ ഹാഫ് ഇവിടെ ഉണ്ട്. പിന്നെ ലോഗ് എക്സ് ചെയ്യുമ്പോൾ 1/x² + y² വരും. പിന്നെ x² + y² വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് എക്സ്, അപ്പോൾ 2x കിട്ടും അല്ലേ. സോ ആകെ ഈ 2 ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് x/x² + y². സിമിലർലി ഡോ യു ബൈ ഡോ വൈ എന്നാണ് 1/2x² + again 2y, സോ y/x² + y², y/x² + y². എന്ത് ചെയ്യാണ്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഏതിൽ, ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഡോ യു ബൈ ഡോ വൈ, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ്. ശരിയല്ലേ? ഓക്കെ, ഇത് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, എക്സ് ഈക്വൽ ടു സെഡ്, വൈ ഈക്വൽ ടു, ഒരു മിനിറ്റ് തൊട്ട് മുമ്പത്തെ സ്ലൈഡിലൂടെ പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, x/x² + y², y/x² + y². ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു സെഡ് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് അതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ഇതിലേക്ക് മാറ്റി ഈ രൂപത്തിലേക്ക് എഴുതാം. ഡോ യു ബൈ ഡോ എക്സ് എന്നാണ് x/x² + y² മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്താണ് y/x² + y². ഇവിടെ നോക്കൂ, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു x - iy ഡിവൈഡ് ബൈ x² + y² അല്ലേ. ദിസ് ക്യാൻ ബി സിംപ്ലിഫൈഡ്. നോക്കൂ, x - iy താഴെ നമുക്ക് എങ്ങനെ എഴുതാം, x - iy ഡിവൈഡഡ് ബൈ x² + y² നമുക്ക് x + iy ഇൻറ്റു x - iy എന്ന് എഴുതാം അല്ലേ. അവിടെ തന്നെ x - iy ക്യാൻസലായി. സോ ദിസ് ഈസ് ആക്ച്വലി 1/z. ദിസ് ആക്ച്വലി 1/z. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് g ഓഫ് z. സോ 1/z നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1/z dz, ദാറ്റ് ഈസ് log z പ്ലസ് c. സോ കിട്ടി. സോ ഫൈനൽ ആൻസർ ഈസ് f of z is equal to log z plus constant. Okay, so this is the method. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, ചെക്ക് ചെയ്യുക. u is equal to x³ - 3xy² ഉണ്ട്, ചെക്ക് ചെയ്യുക. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, അതാണ് ഇവിടെ പ്ലസ് ആയത്. ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പം 3x² - y² മൈനസ് I 6xy, x and z കൊടുത്തു, y 0 കൊടുത്തു. g of z is equal to 3z². so f of z is equal to 3z² dz, that is z³ plus c. വെരിഫൈ ചെയ്യുക. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് അനലിറ്റിക് ഫംഗ്ഷൻ ഗിവൺ ദ റിയൽ പാർട്ട്. റിയൽ പാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അനലിറ്റിക് ഫംഗ്ഷൻ ഏതാണ്, എഫ് ഓഫ് സെഡ്. ഇതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം പാറ്റേൺ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് ടൈപ്പ് 2. ആൻസേഴ്സ് വെരിഫൈ ചെയ്യുക കേട്ടോ. സെക്കൻഡ് മെത്തേഡ് ടൈപ്പ് 2, വി ഈസ് ഗിവൺ, ഫൈൻ എഫ് ഓഫ് സെറ്റ്. വി ഈസ് ഗിവൺ, അത് വി തരും, വി തന്നിട്ട് എഫ് ഓഫ് സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ പ്രോബ്ലത്തിൽ ചോദിക്കുക. ഓക്കെ, വി തന്നിട്ട് എഫ് ഓഫ് സെറ്റ് കണ്ടുപിടിക്കാൻ നമ്മളെന്ത് ചെയ്യും, യെസ് നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് 1 പ്രൊസീഡ് ചെയ്യും. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്യും, എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, രണ്ടിനെയും. ഓക്കെ, രണ്ടിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇപ്രാവശ്യം നമ്മൾ റീപ്ലേസ് ചെയ്യുക ആരെയാണ്, ഇയാളെയാണ് റീപ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് വി ആണ് അറിയാം, നമുക്ക് അറിയുന്നത് വി ആണ്, യു നമുക്ക് അറിയില്ല. ദെർഫോർ വിൽ റീപ്ലേസ് ദ ഫസ്റ്റ് പാർട്ട്. പക്ഷേ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് എഗെയിൻ കോഷി റീമാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. ഡോ യു ബൈ ഡോ എക്സ് ആയിരുന്നു, ഡോ വി ബൈ ഡോ വൈ ആയിരുന്നു, അതിവിടെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ എഫ് ഡാഷ് സെഡ് ഈക്വൽ ടു, എന്നിട്ട് ഇയാളെ നമ്മൾ എന്ത് വിളിച്ചു, ഈ ഇതിലേക്ക് മാറ്റി ഇയാളെ നമ്മൾ ജി ഓഫ് സെഡ് വിളിച്ചു. ജി ഓഫ് സെഡിന് എന്ത് ചെയ്തു, സ്റ്റെപ്പ് 2 സോറി ജി ഓഫ് സെഡ് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
ജി ഓഫ് സെഡ് എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഇയാളെ നമുക്ക് എക്സ് ഈക്വൽ ടു സെഡും വൈ ഈക്വൽ ടു 0 കൊടുത്തു, ദെൻ അതിനെ ജി ഓഫ് സെഡ് എന്ന് വിളിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ഇൻ്റഗ്രൽ ജി ഓഫ് സെഡ് ഡി സെഡ്. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഈ സ്റ്റെപ്സ് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ് ഈക്വൽ ടു സെഡ്. ഓക്കെ, സോ വി ക്യാൻ ഡു അനദർ എക്സാമ്പിൾ ഹിയർ. ഇവിടെ എക്സാമ്പിൾ ചെയ്താൽ വി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വി തന്നിട്ടുണ്ട്, അതിൻ്റെ ഇമാജിനറി പാർട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതിലാണ് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇതിലാണ്. ഓക്കെ, സോ ഡോ വി ബൈ ഡോ എക്സ് എന്നാണ് -2x ആണ്, ഡോ വി ബൈ ഡോ വൈ എന്നാണ് 2y ആണ് അല്ലേ, -2x 2y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2y മൈനസ് ഐ 2x. പുട്ട് x ഈക്വൽ ടു z, y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ പാർട്ട് പോയി. ഓക്കെ, ബാക്കിയുള്ള 2 മൈനസ് ഐ ഇൻറ്റു 2z ആണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു z. അപ്പം എന്ത് ചെയ്തു? മൈനസ് ഐ സെഡ് സ്ക്വയർ പ്ലസ് സി കിട്ടിയില്ലേ? സോ ദാറ്റ് ഈസ് മൈനസ് ഐ സെഡ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് സൊല്യൂഷൻ. ഈ ലാസ്റ്റ് ഈ സെക്ഷനിൽ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഗിവൺ, ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. വെരിഫൈ ഗിവൺ വൈ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് സെഡ് ആണ്. ഇവിടെ -x e raised to -x sin y, -e raised to -x sin y ആണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഓഫ് സെഡ് ആണ്. ഓക്കെ, ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓക്കെ, ഇവിടെ ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. ഇത് ഞാൻ ചെയ്തു തരാം. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കുറച്ച് പ്രയാസമായിട്ട്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഗിവൺ u minus v is equal to x minus y into x square plus 4xy plus y square. ഇവിടെ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദ റിയൽ ഓർ ഇമാജിനറി പാർട്ട്, ഇമാജിനറി പാർട്ടോ അല്ലെങ്കിൽ റിയൽ പാർട്ടോ തരുന്നതിന് പകരം നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ആണ്, u മൈനസ് വി. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ അവിടെ നമുക്ക് എഫ് ഓഫ് സെഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് അല്ലേ? ഡിഫറൻസ് വരുമ്പോൾ എന്ത് ചെയ്യും? യു വി സെപ്പറേറ്റ്ലി തരാണെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു അല്ലേ? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യുവിൻ്റെ വിൻ്റെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രാവശ്യം ഈ സമയത്ത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. നോക്കൂ, ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാ. യു മൈനസ് വി ഇസ് ഈക്വൽ ടു, യു മൈനസ് വി എന്താണ്? യു മൈനസ് വി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4xy പ്ലസ് വൈ സ്ക്വയർ, 4xy പ്ലസ് വൈ സ്ക്വയർ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അറിയാം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണല്ലോ അല്ലേ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഞാൻ ഈ ഇക്വേഷൻ, ഇതിനെ ഇക്വേഷൻ നമ്പർ 8 എന്ന് വിളിക്കുകയാണ്. ഈ ഇക്വേഷൻ നമ്പർ 8 ഞാൻ മൾട്ടിപ്ലൈ ബൈ ഐ, മൾട്ടിപ്ലൈ ഇക്വേഷൻ 8 ബൈ ഐ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഐ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഐ യു മൈനസ് വി ആവും. ഇവിടെ ഓൾറെഡി ഐ ഉണ്ട്, ആ ഐ ഇവിടെ ഈ മൾട്ടിപ്ലൈ കൂടി മൈനസ് ആവും. സോ ഐ യു മൈനസ് വി. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. ഈ ലാസ്റ്റ് രണ്ട് ഇക്വേഷൻസ് 8ഉം 9ഉം കൂടെ 8 and 9 ആട്ടോ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 9. ഓക്കെ, 8 and 9 ആഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? എഫ് ഓഫ് സെഡ് പ്ലസ് ഐ എഫ് ഓഫ് സെഡ് ആണ്. സോ എഫ് ഓഫ് സെഡ് അങ്ങനെ കോമൺ ആക്കി എടുത്തിട്ട് 1 പ്ലസ് ഐ എന്ന് എഴുതാം അല്ലേ? 1 പ്ലസ് ഐ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് നോക്കൂ, യു പ്ലസ് ഐ വി ഉണ്ട്, ഐ യു മൈനസ് വി ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? റിയൽ പാർട്സ് മാത്രം എടുത്ത് ചെയ്താൽ യു മൈനസ് വി കിട്ടി. ഉണ്ടോ? റിയൽ പാർട്ട് മാത്രം എടുത്താൽ യു മൈനസ് വി കിട്ടി. ഇമാജിനറി പാർട്സ് എഴുതിയാലോ ഐ ഇൻറ്റു യു പ്ലസ് വി കിട്ടി. ഇത് കണ്ടോ? ദിസ് ഈസ് ഇതാണ് നമ്മുടെ ഐഡിയ. ഇതാണ്, ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് അനദർ യു ആൻഡ് വി അല്ലേ? ഇത് മറ്റൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ യുവും വി ആണ്. അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ്. ബട്ട് ഈ സമയത്ത് ഫംഗ്ഷന് എഫ് ഓഫ് സെഡിന് പകരം എന്താ ഉള്ളത്? 1 പ്ലസ് ഐ എഫ് ഓഫ് സെഡ് ആണ്. ബട്ട് ദിസ് ഈസ് വാലിഡ്, കാരണം ഒരു 1 പ്ലസ് ഐ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ദാറ്റ് ഈസ് ഒരു കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ദ ഓൾഡ് ഫംഗ്ഷൻ. ദിസ് ഈസ് അനദർ അനലിറ്റിക് ഫംഗ്ഷൻ. കാരണം നമുക്ക് അനലിറ്റിക് ഫംഗ്ഷനെ കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ്സ് അഗെയിൻ എ കോംപ്ലക്സ് അനലിറ്റിക് ഫംഗ്ഷൻ. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോം കിട്ടി. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് വിളിക്കാം. ഓക്കെ, കാരണം ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. സ്മോൾ എഫ് ഓഫ് സെഡും ക്യാപിറ്റൽ എഫ് ഓഫ് സെഡും ഡിഫറെൻ്റ് ആണ്. കാരണം സ്മോൾ എഫ് ഓഫ് സെഡ് ഈസ് റിലേറ്റഡ് ടു ദ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ബൈ ദിസ് ഫാക്ടർ 1 പ്ലസ് ഐ. സോ ഞാനിതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് വിളിക്കുകയാണ്. ഈ ഭാഗത്ത് ഞാൻ ക്യാപിറ്റൽ യു എന്ന് വിളിക്കുകയാണ്.
പ്ലസ് ഐ ടൈംസ് ഇതിനെ ക്യാപിറ്റൽ വി എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് എക്സാക്ട്ലി ദ സെയിം ആസ് അവർ ഒറിജിനൽ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിയൽ പാർട്ടായിട്ട് നമുക്ക് ഈ തന്ന ഫംഗ്ഷൻ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതുവരെ ചെയ്ത പ്രൊസീജിയറൊക്കെ നമുക്ക് ഫോർ ദി ക്യാപിറ്റൽ ഫംഗ്ഷൻ വേണ്ടി നമുക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഐഡിയ. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തന്നെ ഓൾറെഡി 8:20 ആയി. ഓക്കെ, നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അത് നിങ്ങൾ വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്ത് തരുന്നുണ്ടാവും. അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 8:20, പലരും 8:30 ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, ഇത്രയും പറഞ്ഞെടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുള്ള സമയമാണ്. ഏതെങ്കിലും പാർട്ടിൽ ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ കോംപ്ലക്സ് അനാലിസിസ് ത്രൂ ഔട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇൻ്റഗ്രേഷൻ പാർട്ടാണ്. ഇൻ്റഗ്രേഷൻ ലോറൻസ് സീരീസ് ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് കുതിച്ചു പോകുന്നത്. ഫൈൻ, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. ഇഫ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്, അതർവൈസ് വി വിൽ സ്റ്റോപ്പ്.